ഇത് കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്തിട്ട് പോലുമില്ല, അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നില്ലേ, നോക്കിക്കേ. അപ്പോൾ ഈ ഒരു പാക്ക് ഇത്രയും ഇഫക്റ്റീവായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വളരെ അവിചാരിതമായിട്ട് ഞാൻ അംബിക മേമൻ്റെ ഒരു ഇൻ്റർവ്യൂവിലാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത്. ഈ ഒരു സാധനം മീൻസ് ഈ വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്ക വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ഈ വെജിറ്റബിൾസിൽ ഇഷ്ടമല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ വെണ്ടയ്ക്കയാണ്. എന്തായാലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. ഇനി എൻ്റെ സ്കിന്നിന് കുറച്ച് ഒരു എന്താ പറയുക നല്ല റിസൾട്ട് കിട്ടുമോ എന്ന് എനിക്കും അറിയണമെന്ന് തോന്നി. സോ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകിക്കണ്ട. ആദ്യം ഒരു 3-4 വെണ്ടയ്ക്ക എടുക്കുക കേട്ടോ. ഒരുപാട് മൂക്കാത്ത ഇങ്ങനെ പിഞ്ചുണ്ടെങ്കിൽ എടുക്കുക. അതിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് പിഞ്ച് വെണ്ടയ്ക്ക വേണ്ടുന്നത്. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് തൈരാണ്. വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, തൈര് മാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കുക. പക്ഷെ എൻ്റെ മിക്സിക്ക് ഇന്ന് എന്തോ ഒരു വൈക്ലബ്യം ഉണ്ട് തോന്നുന്നുണ്ട്. അത്രയ്ക്ക് ഞങ്ങൾ അരഞ്ഞു കിട്ടിയില്ല. ഇനി ഞാൻ വെണ്ടയ്ക്ക എടുത്തത് കുറഞ്ഞു പോയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചെറിയ അതിൻ്റെ ഒരു പീസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത്രയ്ക്ക് അങ്ങോട്ട് പേസ്റ്റ് ആയില്ല. നിങ്ങളപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പേസ്റ്റ് ആക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതാ ഒരു വിധത്തിൽ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മാതിരി എന്താ കുട്ടികളൊക്കെ കളിക്കില്ലേ ഇങ്ങനെ ജെല്ലിയുടെ ഒരു ടൈപ്പ് ഓഫ് ടോയ് ഒക്കെ ഇല്ലേ, ഇങ്ങനെ ഗുളു 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 എന്നുള്ള കുട്ടികൾ കളിക്കില്ലേ പല കളേഴ്സിലുള്ളത്, ആ ഒരു ടൈപ്പായിട്ടുള്ളൊരു സാധനം കേട്ടോ. അതിങ്ങനെ എന്താ ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ളൊരു സംഭവം, ഇങ്ങനെ ഒന്നിൽ ഇങ്ങനെ ഒട്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയാണ്. മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ താഴെ ഒരു ചെറിയ തുണിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ എന്തായാലും താഴെ പോവും. ഇതാ നോക്കിക്കേ, ഭയങ്കര എന്താ പറയുക ഒരു സിൽക്കി ആയിട്ടുള്ള ഇത് ഇനി എങ്ങനെ ഞാനിത് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കാം, നമുക്കെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം നല്ല രീതിയിൽ ഭയങ്കര തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു പാക്ക് ആദ്യമായിട്ടോ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കയ്യിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് ഫേസിനെക്കാട്ടിൽ കയ്യിൽ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ഡിസ്കളറേഷൻ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എത്ര തന്നെ അപ്ലൈ ചെയ്താലും ഇതിങ്ങനെ താഴോട്ട് മെല്ലെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. എന്തായാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനിതാ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് ഉണങ്ങി വന്ന ശേഷമുള്ളതാണ് കേട്ടോ. കാരണം ഞാനിത് ഡ്രൈ ആവാൻ വേണ്ടി ഒരു അരമണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടാവും. എന്താ ഉണങ്ങാത്ത പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇത് ഇത്ര തന്നെ ഉണങ്ങത്തുള്ളൂ കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പക്ക ഡ്രൈ ആവുന്നില്ല. വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുള്ള മ്യൂസിലേജ് കൊണ്ടാണ് നമുക്കൊരു വഴുവഴുപ്പ് ഉണ്ടാവുന്നത് കേട്ടോ. അതായത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആ ഒരു ഒട്ടലുണ്ടാവുന്നത് മ്യൂസിലേജ് കൊണ്ടാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് മസാജ് ചെയ്യാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അതായത് ഭയങ്കര സൂത്തനിങ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു വഴുവഴുപ്പുള്ളത് കാരണം മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നി. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് എന്തായാലും ഞാൻ മസാജ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ ആ ഒരു കയ്യിൽ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആ ഒരു ചെറിയൊരു ലൈറ്റനിങ് വെച്ചത് ഫീൽ ആവുന്നുണ്ടായിരുന്നു. എൻ്റെ 2 കൈ കൊണ്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ചെറിയൊരു ലൈറ്റനിങ് വെച്ചത് എനിക്ക് നല്ലതായിട്ട് ഫീൽ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാഷ് ഔട്ട് ചെയ്തിട്ട് പോലുമില്ല, അപ്പം തന്നെ എനിക്ക് ചെറുതായിട്ട് ആ ഒരു ചേഞ്ച് അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൈൻ്റെ ഉള്ളം കൈയിലും അത്യാവശ്യം നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മസാജ് പൊതുവേ ചെയ്യുന്നത് നല്ലതാണ്, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ. അപ്പം ഞാൻ എന്തായാലും ഉള്ളം കൈയിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മളിതിൽ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. തൈരിൽ ലാക്റ്റിക് ആസിഡാണുള്ളത്. ലാക്റ്റിക് ആസിഡ് പൊതുവേ നമ്മുടെ സ്കിൻ ലൈറ്റനിങ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഏത് പാക്ക് ഫേസിലാണെങ്കിലും കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്താൽ ഉടനെ തന്നെ നമ്മളൊരു മോയ്സ്ചറൈസർ ആഡ് ചെയ്യാം കേട്ടോ. എന്നാലാണ് നമ്മുടെ സ്കിൻ ഭയങ്കര സെക്യൂർഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മുടെ സ്കിന്നിൽ ഒരു സ്കിൻ ബാരിയർ ഉണ്ട്, അത് നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയണ കാര്യമാണ്. എനിവേ എന്തായാലും ഞാൻ ഈ ഒരു വെണ്ടയ്ക്കേൻ്റെ ഈ ഒരു പാക്ക് ഇത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ബ്യൂട്ടി DIYs ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ മറ്റൊരു അതിർക്കുമ്പോൾ ബൈ, സീ യു ഓൾ.